ദ ലാൻഡ് ഓഫ് 3C എന്നറിയപ്പെടുന്ന കണ്ണൂരിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തലശ്ശേരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകകപ്പ് നടക്കുന്ന ഈ സമയത്ത് ഓർക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ ആദ്യമായി ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയത് നമ്മുടെ തലശ്ശേരിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബേക്കറി, ഇന്ത്യൻ സർക്കസിൻ്റെ തുടക്കം എല്ലാം ഇവിടുന്ന് തന്നെ. രുചിയുടെ കാര്യത്തിലും ഒട്ടും പിന്നിലല്ല, പ്രത്യേകിച്ച് തലശ്ശേരി ബിരിയാണി. തലശ്ശേരിയിൽ കൂടെ നമുക്കൊന്ന് നടക്കാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഋഷികേഷ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഒക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ആർട്സ് വില്ലേജ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തോട്ട് എത്താൻ പറ്റും കേട്ടോ. തലശ്ശേരിയിൽ തന്നെ ആർട്സ് സൊസൈറ്റി എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ പുറകിലേക്ക് കണ്ടില്ലേ, ഒരുപാട് ബിൽഡിങ്സുകളുണ്ട്. അതായത് നല്ല ഓൾഡായിട്ടുള്ള കുറേ ബിൽഡിങ്സുകളുണ്ട്. അപ്പോൾ അത് കാണാനൊരു ഭയങ്കര ഒരു ഭംഗിയാണ് ഗൈസ്. പഴമയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഞാൻ എത്തിപ്പെട്ടത് ഗ്രാഫിറ്റി റോഡിലാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരുപാട് ചിത്രപ്പണികളൊക്കെ ഉള്ള ഒരു റോഡാണിത്. ഇപ്പോൾ അതിൻ്റെ പുതുമയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ, ഇതെല്ലാം ഗ്രാഫിറ്റി റോഡാണ് കേട്ടോ. ഇവിടെ എല്ലാം മറ്റേ ആർട്ട് വർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിൽഡിങ്സ് ആണ് കണ്ടോ, അടിപൊളിയല്ലേ. ഇവിടെ വേറെ നമ്മൾ ഇവിടെ ഒരു ഗെയിമിംഗ് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ, വൈ സിറ്റി എന്ന് പറഞ്ഞിട്ട് ഗെയിമിംഗ് ഹബ്ബ്. ഇന്നും തുറന്നിട്ടില്ല, ഇന്നലെയും തുറന്നിട്ടില്ലായിരുന്നു കേട്ടോ. ഗ്ലാസ് മാർട്ട് ഉണ്ട്, ഗ്ലാസ് മാർട്ട്. ഗ്രാഫിറ്റി റോഡിൽ കൂടെ നടന്നു വരുമ്പോഴാണ് ദേ ഈ കട കണ്ടത്. നല്ല വെറൈറ്റി കടികളൊക്കെ ഇരിക്കുന്ന കണ്ടപ്പോൾ വയറ് വിളിക്കാൻ തുടങ്ങി. അവിടെ ഇരുന്ന 2 സ്നാക്സ് ഞാൻ മേടിച്ചു. അത് കുറച്ച് ആർത്തിയോടെ ഞാൻ കഴിക്കുകയും ചെയ്തു. ഇതാണ് തരി കാച്ചിയത്. അപ്പോൾ ഇത് നമ്മുടെ സേമിയ പായസം പോലത്തെ ഒരു സാധനമാണ്. പക്ഷേ സേമിയ പായസം അല്ല, ഇവിടെ നമ്മുടെ കണ്ണൂരുകാരുടെ ഒരു സംഭവമാണ് കേട്ടോ. നല്ല ചൂട് സാധനം. പിന്നെ നമ്മുടെ തലശ്ശേരി എന്ന് പറഞ്ഞാൽ പലയിടത്തും തെളിച്ചേരി എന്നൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ പണ്ട് ഏറ്റവും കൂടുതൽ കച്ചവടമൊക്കെ നടന്നിട്ടുള്ളൊരു സ്ഥലമാണ്. ഫ്രഞ്ചുകാരെന്തോ ആണ് ആദ്യം ഇവിടെ വന്നത് കച്ചവടം ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഈ റോഡ് നേരെ വന്ന് എത്തുന്നത് നമ്മുടെ കടൽപ്പാലത്തിലോട്ടാണ്. അപ്പോൾ കടൽപ്പാലത്തിലോട്ട് ഇപ്പോൾ ആർക്കും എൻട്രി ഇല്ല, കാരണം അവരവിടെ അടച്ചിട്ടേക്കാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, അത് പഴയതല്ലേ. അപ്പോൾ എന്തായാലും മെയിൻ്റനൻസ് വർക്കൊന്നും ചെയ്തിട്ടില്ല. ഇതേ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ കടൽപ്പാലം. ഈ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ലൈറ്റൊക്കെ കത്തിച്ച് ഈ ഫുഡ് സ്പോട്ടുകളൊക്കെ ഓപ്പൺ ആവും രാത്രി സമയത്ത്. അപ്പോൾ കുറച്ചും കൂടെ ഒരു വൈബായിരിക്കും. നമ്മുടെ ഈ പാലത്തിൻ്റെ പ്രത്യേകത അറിയാലോ, നമ്മുടെ തട്ടത്തിമറയത്തിലെ പടമൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ നമുക്ക് ആ പാലത്തിൻ്റെ അങ്ങേറ്റം വരെ പോകാൻ പറ്റുന്നതിന് അടിപൊളിയായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഫുള്ളത് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. എപ്പോഴാണോ കടലിലോട്ട് പതിക്കാം. അവസ്ഥ ഞാൻ കാണിച്ചു തരാം. പ്രത്യേകം നോക്കിയാൽ അതിൻ്റെ കാലൊക്കെ കണ്ടോ, കംപ്ലീറ്റ് തുരുമ്പ് പിടിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും വേണോ അത് താഴോട്ട് പതിക്കാം എന്നുള്ള അവസ്ഥയിലിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആരെയും അങ്ങോട്ട് കയറ്റി വിടാത്തത്. ഫ്രണ്ടിൽ തന്നെ അവർ ഇത് അടച്ചു പൂട്ടിയിട്ടുണ്ട്. അതായത് ഒരു വോള് പോലെ അവർ ചെയ്തിട്ട് അതിനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ ഇതുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇവിടെ വൈകിട്ടാകുമ്പോൾ തിരക്കായിരിക്കും അല്ലേ? ഇവിടെ പിന്നെ ഒരുപാട് കടയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ ലൈറ്റ്സ് ഒക്കെ ഓൺ ആക്കുമായിരിക്കും അല്ലേ? ഇതെല്ലാം പിന്നെ നമ്മുടെ തലശ്ശേരിയിലെ സ്പെഷ്യലാണ് ഇതൊക്കെ. ഉപ്പിലിട്ട സാധനങ്ങളെല്ലാം ഉണ്ട്. ചേട്ടൻ്റെ പേരെന്താ? റഷീദ് അല്ലേ? എത്ര നാളായി ഇവിടെ കട തുടങ്ങിയിട്ട്? 6 വർഷമായില്ലേ? ഓർമ്മകൾ ഉപ്പിലിട്ട അല്ലേ? കൊള്ളാൻ വെറൈറ്റി പേരാണ്. ശരി. ഓരോ മനുഷ്യർക്കും ഓരോ പ്രശ്നങ്ങളാണല്ലോ. പുള്ളി എന്നോട് വിഷമങ്ങൾ ഇങ്ങനെ പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒന്നുമല്ലാന്ന് തോന്നിപ്പോകും. ഈ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. പക്ഷെ ഒരു പഴയൊരു ടച്ചുണ്ട് സാധനത്തിന്. ഇതാണ് നമ്മുടെ മാർക്കറ്റ്, മീൻ മാർക്കറ്റാണ് കേട്ടോ ഇവിടെ തലശ്ശേരിയിലെ. ഈ എൻ്റെ പൊന്നോ, ഈ കാക്കയല്ല ഈ പറന്നു പോകുന്നത്, പരുന്താണ് ഈ പറന്നു പോകുന്ന ഗൈസ്.
നമ്മൾ മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. പെട്ടികൾ ദേ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് മീനിടാൻ വേണ്ടിയിട്ട്. കുറെ തെരുവുനായ്ക്കളുണ്ട് കേട്ടോ. ബീഫാണ് കേട്ടോ. ഇതാണ് നമ്മുടെ തലശ്ശേരിയിലെ ആ ഒരു ഫിഷ് മാർക്കറ്റും മീറ്റ് മാർക്കറ്റൊക്കെ. കഴിച്ചപ്പോൾ ഇതാണ് മീൻ മാർക്കറ്റ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് മീനൊക്കെ ഒന്ന് കാണാം. ഇതേതാ മീന്? കോഴി. ഇത് വങ്കടയോ? വങ്കടയല്ലേ? വങ്കടയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എന്താ കോലിയോ അങ്ങനെ എന്തോ ഒരു പേരാണ് പറഞ്ഞത്. രണ്ടു നോക്കിക്ക്. ഫിഷ് മാർക്കറ്റൊക്കെ കണ്ടിട്ട് ഞാൻ നേരെ പോയത് കടൽ കാണാനാണ്. മാർക്കറ്റിനോട് ചേർന്ന ഒരു വഴിയുണ്ട്, ആ വഴിയെ ഞാൻ നടക്കാൻ തുടങ്ങി. ഫുൾ സൈക്കിൾ കണ്ടിട്ട് തന്നെ കാലം എത്രയായി. കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. ബോട്ടുകൾ നിർത്തിയിട്ടേക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞാൻ എത്തിപ്പെട്ടത്. നല്ല നട്ടുച്ച സമയമാണ്. എല്ലാവരും കൂടി ആർത്തുല്ലസിച്ച് ഫുട്ബോൾ കളിക്കുന്നു. അന്യസംസ്ഥാന തൊഴിലാളികളാണ്. കടപ്പുറത്തുള്ള ഫുട്ബോൾ കളിയുടെ ഫീലൊന്ന് വേറെ തന്നെയാണ്. കുറച്ചുപേര് ഫുട്ബോളിലാണെങ്കിൽ കുറച്ചുപേര് നീന്തലിലാണ്. കടലിലേക്ക് ഓടി ഇറങ്ങുകയാണ്. അപകടമൊന്നും വരാതിരുന്നാൽ മതി. ഇനി നമുക്ക് നേരെ ബിരിയാണി കഴിക്കാൻ പോവാം. ബിരിയാണിയും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു ആഗ്രഹങ്ങൾ കംപ്ലീറ്റ് ആവും ഗൈസ്. അപ്പോൾ നമ്മുടെ തലശ്ശേരി ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ ഒരു കടയുണ്ട്. റാറ ആവശ്യം എന്നാണ് കടയുടെ പേര്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നല്ല ബിരിയാണി കിട്ടുന്ന സ്പോട്ട് കേട്ടോ, റാറ ആവിസ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ബിരിയാണി കഴിക്കാൻ പോകുന്നത്. നല്ല ചൂട് ബിരിയാണി, വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. നമ്മുടെ തട്ടത്തിമറയത്ത് സിനിമയിൽ കാണിക്കുന്ന അതേ റാറ ആവിസാണിത്. ബിരിയാണി എന്തായാലും അടിപൊളിയാണ്. തലശ്ശേരി ബിരിയാണി ഞാൻ ആസ്വദിച്ച് കഴിച്ചു. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കണ്ണൂരിൻ്റെ കൂടുതൽ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.